നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ 2 മരണം. വാട്ടർഫാൾ എസ്റ്റേറ്റിൽ കാടർപാറയ്ക്ക് സമീപമാണ് കാട്ടാനാക്രമണമുണ്ടായത്. 55 വയസ്സുള്ള അസാല, 3 വയസ്സുള്ള ഹേമശ്രീ എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 3:30 വീടിന് നേരെ കാട്ടാനാക്രമണം ഉണ്ടാവുകയായിരുന്നു. വാതിൽ തകർത്ത് അകത്തു കയറി ആദ്യം കുട്ടിയെ ചവിട്ടുകയും പിന്നീട് 55-കാരിയെ ആക്രമിക്കുകയുമായിരുന്നു. വീടിന്റെ ജനലിൽ ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കിയതായിരുന്നു അസാല. കുഞ്ഞും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അസാലയെ കണ്ടതോടെ ആന ഇവരെ തള്ളി ആക്രമിക്കുകയായിരുന്നു. ഇതോടെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ് താഴെ വീണു. കുഞ്ഞിന് ചവിട്ടിയ ശേഷം ആന അസാലയെയും ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ കുഞ്ഞ് തൽക്ഷണം മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അസാലയെ വാൽപ്പാറ GH കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാനായില്ല. ലഹരി വർജന മിഷൻ വിമുക്തിയുടെ ഭാഗമായി തേക്കിൻകാട് മൈതാനിക്ക് ചുറ്റും സ്വരാജ് റൌണ്ടിൽ സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസും സംയുക്തമായി റൌണ്ട് ദി റൌണ്ട് വാക്കത്തോൺ നടത്തി. മന്ത്രി കെ രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സഹൃദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാനേജർ മോൺസിഞ്ഞർ വിൽസൺ ഈരത്ര ലഹരി വർജന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എക്സൈസ് വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ AR നിഗേഷ്, വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ്, സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജിനോ ജോണി, ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ്, സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. BDS ബിരുദം കരസ്ഥമാക്കിയ കിഴക്കേ കോടാലി സ്വദേശിനി പോപ്പി ശശികുമാറിനെ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ പൊന്നാടയണിയിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത് ഉപഹാരം നൽകി. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, ഗോപാലകൃഷ്ണൻ മാടപ്പാട്ട്, കുട്ടൻ പുളിക്കലാൻ, AC ജോസ്, സുനിൽ മൂലക്കാടൻ, ഉണ്ണികൃഷ്ണൻ കോളാശ്ശേരി, അൻഷാദ്, CP മണി, അമ്മിണി കയ്യോളിപ്പറമ്പിൽ എന്നിവർ സന്നിഹിതരായി. ശരിയമ്പറമ്പിൽ ശശികുമാറിന്റെ മകളാണ് പോപ്പി. വയോധികയെ ആക്രമിച്ച് സ്വർണമാല കവർന്ന പ്രതി അറസ്റ്റിൽ. പുത്തൻചിറ സ്വദേശി ചോമാട്ടിൽ വീട്ടിൽ 20 വയസ്സുള്ള ആദിത്യനെയാണ് മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശിയും സംഘവും അറസ്റ്റ് ചെയ്തത്. മാള കൊല്ലംപറമ്പിൽ വീട്ടിൽ ജയശ്രീയുടെ വീട്ടിൽ കയറി ആക്രമിച്ച് സ്വർണമാല കവർച്ച ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. സെപ്റ്റംബർ 25 രാത്രി 7:15 പ്രതി ആദിത് അയൽവാസിയായ റിട്ടയർഡ് അധ്യാപികയായ ജയശ്രീയുടെ വീട്ടിലെ അടുക്കളയിലൂടെ അതിക്രമിച്ചു കയറി ടീച്ചറുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് കഴുത്തിലുണ്ടായിരുന്ന 6 പവൻ തൂക്കം വരുന്ന സ്വർണമാല വലിച്ചു പൊട്ടിച്ച് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം മാള പോലീസ് ഇൻസ്പെക്ടർ സജിൻ ശശിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്ക് ശേഷം പ്രതിയെ പുത്തൻചിറയിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പ്രതിയുടെ കുടുംബവും വയോധികയുടെ കുടുംബവുമായി നല്ല അടുപ്പത്തിലായിരുന്നു. പ്രതിക്ക് പഠനകാര്യങ്ങൾക്കും വേണ്ടി സഹായം ടീച്ചർ ചെയ്തു നൽകാറുണ്ടായിരുന്നു. ടീച്ചറുടെ മക്കൾ ജോലി സംബന്ധമായി ദൂരെ താമസിച്ചു വരികയാണ്. ഭർത്താവിന് പ്രായാധിക്യം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളായതിനാലുമാണ് ടീച്ചറെ ആക്രമിക്കാൻ പ്രതി തീരുമാനിച്ചതെന്നും പോലീസ് പറയുന്നു. ഇരുട്ടിൽ പതുങ്ങി വന്ന പുറകിലൂടെ ടീച്ചറുടെ കഴുത്തിൽ പിടിച്ചു ഞെരിക്കുകയായിരുന്നു പ്രതി. കഴുത്തിൽ മാല മുറുകി ശ്വാസം മുട്ടിയപ്പോൾ ജീവൻ രക്ഷയ്ക്കായി ടീച്ചർ മാലയിൽ പിടിച്ച് വലിച്ചതിനാൽ താലിയും മാലയുടെ ചെറിയ ഭാഗവും ടീച്ചറുടെ കയ്യിൽ കെട്ടി. പൊട്ടിയ 5 പവനോളം തൂക്കം വരുന്ന മാലയുമായാണ് ആദിത്ത് അന്ന് കടന്നു കളഞ്ഞത്. 27-ാം തീയതി പ്രതി മലപ്പുറം തിരൂരങ്ങാടിയിലെ ജ്വല്ലറിയിൽ മാല 4.5 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തുകയും സ്വർണമാല ഉരുക്കി സ്വർണ്ണ കട്ടയാക്കി മാറ്റിയത് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തതും കേസിൽ വഴിത്തിരിവായി. ഇവ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഓൺലൈൻ ട്രേഡിംഗിലുണ്ടായ കടം വീട്ടാനാണ് മോഷണം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. സ്വർണ്ണവില 92,000-ലേക്ക് അടുക്കുകയാണ്. തിങ്കളാഴ്ച ഒരു പവന് 240 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 91,960 രൂപയായി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് നിലവിൽ സ്വർണ്ണവില.
11,495 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ നിരക്ക്. ഒക്ടോബർ 8-നാണ് സ്വർണ്ണവില 90,000 കടന്നത്. തൊട്ടടുത്ത ദിവസം 91,000-ലേക്ക് കടന്ന് സ്വർണ്ണവില കുതിക്കുന്നതാണ് കണ്ടത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് വിലവർധനയ്ക്ക് കാരണമെന്ന് വിപണി വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. കടയിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയും ചോദ്യം ചെയ്ത കടയുടമയെ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ വധശ്രമ കേസുകളിൽ പ്രതികളായ 3 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോകമല്ലേശ്വരം ആശാൻപറമ്പ് പുളിക്കലകത്ത് വീട്ടിൽ അസറുദ്ദീൻ, എടവലങ്ങ് പേരകത്ത് വീട്ടിൽ മിഹാസ്, എറിയാട് കൊല്ലത്ത് വീട്ടിൽ ഫർസാൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലോകമല്ലേശ്വരം വയലാർ നാലുമാക്കൽ വീട്ടിൽ മുരളീധരന്റെ കടയിൽ നിന്നാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് പ്രതികൾ പണം നൽകാതെ കത്തികൾ എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചത്. ചോദ്യം ചെയ്ത മുരളീധരനെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും കഴുത്തിന് നേരെ കത്തി വീശി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് കേസ്. അസറുദ്ദീൻ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസുകളിലും 2 അടിപിടി കേസുകളിലും അടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മിഹാസ് മതിലകം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനുകളിലായി 1 വധശ്രമ കേസിലും മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന വിധത്തിൽ അശ്രദ്ധമായി വാഹനമോടിച്ചതിന് 1 കേസും ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചതിന് 2 കേസും അടക്കം 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഫർസാൻ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസുകളിലും മയക്കുമരുന്ന് ഉപയോഗിച്ച 1 കേസിലുമടക്കം 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ K സാലിം, ജൂനിയർ SI മനു ചെറിയാൻ, ഗ്രേഡ് SI ഷാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷമീർ, സിവിൽ പോലീസ് ഓഫീസർ അമൽദേവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,495 രൂപയും പവന് 91,960 രൂപയും രേഖപ്പെടുത്തി. പറപ്പുക്കര മുത്രത്തിക്കര മങ്കുഴി വാസു അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സരള, പീതാംബരൻ, കരുണാദാസ്, പ്രശാന്ത്, സുഷൻ എന്നിവർ മക്കളും. തങ്കപ്പൻ, അമ്പിളി, പ്രേംജ, സുഗന്ധി, ജിനി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.